In this video, we can continue with the IP security. Contents. These are the two protocols used in IP security. Authentication header AH protocol and Encapsulating Security Payload ESP protocol. The next is the combining security associations. And fourth topic is the IP security key management. IP security implement ചെയ്യാൻ two protocols ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് Authentication Header Protocol or AH protocol. ഇത് ഒരു പാക്കറ്റിന് authentication ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Encryption ഇതിൽ യൂസ് ചെയ്യുന്നില്ല, only authentication. Provide support for data integrity. Integrity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മോഡിഫൈ ചെയ്യില്ല. Through transit data modified ആവില്ല, alter ചെയ്യാനായിട്ട് പറ്റില്ല. Then authentication of IP packets. Authentication എന്ന് പറയുന്നത് സെൻഡറിനെ ആരാണ് സെൻഡ് ചെയ്തതെന്നുള്ളത് authenticate ചെയ്യാനായിട്ട് പറ്റും. End system or router can authenticate. Prevents address spoofing attacks by tracking sequence numbers. So this is based on MAC, message authentication code. ആ method ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. Parties must share a secret key. So first IP security യിൽ വരുന്ന two protocols ൽ first one ആണ് Authentication Header Protocol. It is used for authentication of the packet and it is using MAC. AH പ്രോട്ടോക്കോളിലെ ഫോർമാറ്റ് ഹെഡർ ഫോർമാറ്റ് authentication ഹെഡറിന്റെ ഫോർമാറ്റ് ആണെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. AH പ്രോട്ടോക്കോൾ ഹെഡർ ഫോർമാറ്റ് ഫസ്റ്റ് ടോട്ടൽ 0 to 31 bits. So first 0 to 8 with next header, then the payload length. Payload means the data length. Then these many bits are reserved for future use. Then security parameter index. ഒരു സെക്യൂരിറ്റി അസോസിയേഷന്റെ ഓരോ സെക്യൂരിറ്റി അസോസിയേഷനും SPI ഉണ്ടായിരിക്കും. ആ SPI ആണ് ഇവിടെ കൊടുക്കുന്നത്. Then the sequence number, then the authentication data. അത് വേരിയബിൾ ആയിരിക്കും, വേരിയബിൾ സൈസ് ആയിരിക്കും authentication data. ഇതാണ് authentication headerന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡർ, payload length, reserved, security parameter index SPI, sequence number and the authentication data. authentication ഹെഡറിലുള്ള ഓരോ ഫീൽഡ്സിനെ പറ്റിയാണ് ഇനി ആ ഫിഗറിൽ കണ്ട ഓരോ ഫീൽഡ്സിനെ പറ്റി പറയുന്നു. നെക്സ്റ്റ് ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈസ് ദ ടൈപ്പ് ഓഫ് ഹെഡർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദിസ് ഹെഡർ. ഈ ഹെഡർ കഴിഞ്ഞിട്ട് അടുത്ത ഹെഡറിന്റെ ടൈപ്പ് എന്താണെന്നാണ് നെക്സ്റ്റ് ഹെഡറിൽ പറയാം. ദെൻ പേലോഡ് ലെങ്ത് ഓഫ് ദ authentication header, ടോട്ടൽ ലെങ്ത് ഓഫ് ദ authentication ഹെഡറിനെയാണ് പേലോഡ് ലെങ്ത് എന്ന് പറയുന്നത്. Then reserved 16 bits for future use. Security parameter index 32 bits ആണ്. Identifies a security association. Sequence number again 32 bits and increasing counter value. ഓരോ പാക്കറ്റിന് ഒരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കും. Authentication data വേരിയബിൾ ലെങ്ത് ആണ്. വേരിയബിൾ ലെങ്ത് ഫീൽഡ് ദാറ്റ് കണ്ടെയ്ൻസ് authentication എന്ന് പറയുമ്പോൾ അതൊരു മെസ്സേജ് authentication ഒരു കോഡ് ആയിരിക്കും authentication വേണ്ടി യൂസ് ചെയ്യുന്നത്. കോഡ് ഫോർ ദിസ് പാക്കറ്റ്. authentication ഡാറ്റയാണ് ഈ ഫീൽഡിൽ വരുന്നത്. A variable length field that contains MAC for this packet. AH പ്രോട്ടോകോൾ വേറൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആന്റി റീപ്ലേ സർവീസ്. റീപ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാക്കറ്റിന് തന്നെ വീണ്ടും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് റീപ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ റീപ്ലേനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ആന്റി റീപ്ലേ സർവീസ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ പാക്കറ്റിന് ഒരു സീക്വൻസ് നമ്പർ ഉണ്ടായിരിക്കും. ഒരു പാക്കറ്റിന്റെ സീക്വൻസ് നമ്പർ ഉള്ള ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിനെ മാർക്ക് ചെയ്യും, ആ സീക്വൻസ് നമ്പർ മാർക്ക് ചെയ്യും. സോ വീണ്ടും അത് വരാണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റും. സെൻഡർ യൂസസ് എ സീക്വൻസ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 0. For each packet, sequence number is incremented and places on the sequence number field. ഓരോ പാക്കറ്റ് കഴിയുന്നതോറും സീക്വൻസ് നമ്പർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഒരു മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു സെക്യൂരിറ്റി അസോസിയേഷൻ പുതിയൊരു കീ വെച്ച് തുടങ്ങുന്നു. മാക്സിമം വാല്യൂ പാക്കറ്റ്സിന്റെ എത്തിക്കഴിഞ്ഞാൽ. Then the receiver എന്ത് ചെയ്യണം? Should implement a window of size W. ഇപ്പോൾ ഒരു വിൻഡോ ആണ് റിസീവർ കീപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു വിൻഡോ കീപ്പ് ചെയ്യുന്നു. ഈ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് W ആണ്. W is the size of the window. So the right edge of the window represents the highest sequence number. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളതാണ് ഹയസ്റ്റ് സീക്വൻസ് നമ്പർ. ഫോർ എക്സാമ്പിൾ n വരെയുള്ള പാക്കറ്റ് നമ്പർ n വരെയുള്ളതാണ് എത്തിയെന്ന് വിചാരിക്കാം. So far received for a valid packet. So this is the window. W എന്ന് പറയുന്നതാണ് വിൻഡോ. ഇത് വിൻഡോയ്ക്ക് ബിഫോർ ആയിട്ടുള്ള പാക്കറ്റ്സ്, കഴിഞ്ഞിട്ടുള്ള ഹയസ്റ്റ് ഇപ്പോൾ n വരെയുള്ള പാക്കറ്റ്സ് എത്തി. ഫോർ എനി പാക്കറ്റ് വിത്ത് സീക്വൻസ് നമ്പർ ഇൻ ദ റേഞ്ച് n-W. n എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി ബിഗിനിങ് തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങി ഇവിടം വരെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് n-W എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. n-W+1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പൊ ഈ റേഞ്ചിൽ വരുന്ന പാക്കറ്റ്സിനെ, വിൻഡോയിൽ വരുന്ന പാക്കറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യണം? W+1 that has been correctly received. The corresponding slot in the window is marked. അപ്പോൾ ഈ സീക്വൻസ് നമ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ
ഫോർ എക്സാമ്പിൾ ഈ വിൻഡോയിൽ വരുന്ന സീക്വൻസ് നമ്പർ ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാർക്ക് ചെയ്യും, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യും. റിസീവ് ചെയ്യാത്ത സീക്വൻസ് നമ്പറൊക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കും, റിസീവ്ഡ് ആയിട്ടുള്ള സീക്വൻസ് നമ്പേഴ്സിനെ മാർക്ക് ചെയ്യും. എഗെയിൻ ഇപ്പോൾ ഈ വിൻഡോ ഈ വാല്യൂനേലും വിൻഡോ സൈസിന്റെ ഈ വാല്യൂനേലും ലെസ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് വന്നു നോക്കിയാൽ, അപ്പോൾ അത് ഓൾറെഡി വന്ന പാക്കറ്റുകളാണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് വരാണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഇതിനേലും റൈറ്റ് സൈഡിൽ എബവ് ആയിട്ടുള്ള പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വിൻഡോനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. റൈറ്റ് സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ സീക്വൻസ് നമ്പറുള്ള പാക്കറ്റ് വന്ന് ഡിസ്കാർഡ് ചെയ്യും, റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ വിൻഡോനെ ഇങ്ങനെ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇതിൽ ആ പാക്കറ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് വിൻഡോനെ ഇൻക്രീസ് ചെയ്യും, അതിൽ ആ പാക്കറ്റിനെ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഇതിനെയാണ് ആൻറ്റി റീപ്ലേസ് സർവീസ് എന്ന് പറയുന്നത്. ആൻറ്റി റീപ്ലേസ് സർവീസിന്റെ മെക്കാനിസം, അതിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇത്രയും പോർഷനാണ് ഫിക്സ്ഡ് വിൻഡോ സൈസ് W എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സീക്വൻസ് നമ്പറിൽ മാർക്ക് ഇഫ് വാലിഡ് പാക്കറ്റ് ഈസ് റിസീവ്, ഈ സീക്വൻസ് നമ്പറുള്ള പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു, മാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ അൺമാർക്ക്ഡ്, അതായത് ഈ പാക്കറ്റ് എത്തിയില്ലെങ്കിൽ അതിന് അൺമാർക്ക്ഡ് ആയിട്ടിരിക്കും, പാക്കറ്റ് വന്ന് റിസീവ് ചെയ്ത് അതിനെ മാർക്ക്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ N-W ഇവിടം വരെയാണ് ടോട്ടൽ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് W ആണ്. അഡ്വാൻസ്ഡ് വിൻഡോ ഇഫ് വാലിഡ് പാക്കറ്റ് ടു ദ റൈറ്റ് ഈസ് റിസീവ്ഡ്, റൈറ്റ് സൈഡിൽ ഒരു പാക്കറ്റ് വന്നാൽ ഈ വിൻഡോനെ അഡ്വാൻസ് ചെയ്യും. ഏജ് പ്രോട്ടോകോളിൽ ഒരു ഇന്റഗ്രിറ്റി ചെക്ക് വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രിറ്റി ചെക്ക് വാല്യൂ, ദ authentication data field holds a value referred to as the integrity check value. The ICV is a message authentication code or a truncated version of a code produced by a MAC algorithm. Authentication field ഈ ഹെഡറിൽ ഉണ്ടായിരിക്കും, അതെന്ന് പറയുന്നത് ഒരു MAC ഫീൽഡ് ആണ്, MAC മെസ്സേജ് authentication code ആണ്, or a truncated version of the message authentication code. AH പ്രോട്ടോകോൾ രണ്ട് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. AH പ്രോട്ടോകോൾ ആണെങ്കിലും IPSec പ്രോട്ടോകോൾ ആണെങ്കിലും രണ്ട് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. AH പ്രോട്ടോകോളിനെയാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ട് മോഡ് ആൻഡ് ടണൽ മോഡ്. ഈ ഫിഗർ ഇതാണ് ഫിഗറിൽ ഇംപ്ലൈ ചെയ്യുന്നത്. ഫിഗർ ഷോസ് two ways in which the IPSec AH protocol can be used. In one case, authentication is provided directly between a server and client workstations. ഇവിടെ നോക്കുക, ഇതാണ് സെർവർ, then this is a client, direct connection കൊടുത്തിരിക്കുന്നു, end-to-end authentication, direct ആയിട്ട് authenticate ചെയ്യും. So this is a remote host ആണ്, സെയിം നെറ്റ്വർക്കിൽ വരുന്നതല്ല, വേറൊരു ഹോസ്റ്റ് ആണത്, വേറൊരു ക്ലയന്റ് ആണ്. എഗെയിൻ ഇവിടെ നോക്കുക, end-to-end സെർവറും ക്ലയന്റും തമ്മിൽ end-to-end authentication കൊടുത്തിരിക്കുകയാണ്, ഇറ്റ്സ് ഇൻ ദ സെയിം നെറ്റ്വർക്ക്. അപ്പം ഇങ്ങനെ end-to-end authentication ബിറ്റ്വീൻ സെർവർ ആൻഡ് ക്ലയന്റിനെ പറയുന്നതാണ് ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. ഇനി a remote workstation authenticates itself to the corporate firewall. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ ഇതൊരു വർക്ക് സ്റ്റേഷൻ ആണ്, ക്ലയന്റ് ആണ്, ഫയർവോളും ആയിട്ടാണ് ഈ ഒതന്റിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ടണൽ മോഡിലാണ് ചെയ്യുന്നത്. ഫയർവോൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, റൂട്ടർ ഓർ ഫയർവോൾ ആണെങ്കിൽ ടണൽ മോഡ്, രണ്ടും സെയിം ടൈപ്പ് ഓഫ് സിസ്റ്റംസ് തമ്മിലാണെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് AH പ്രോട്ടോകോൾ എങ്ങനെയാണ് ഒരു IP പാക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സോ അതിന് മുമ്പ് IP പാക്കറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ IP ഫോർമാറ്റ് പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് വെർഷൻസ് ഉണ്ട്, IPv4 വെർഷൻ 4 ഉണ്ട്, വെർഷൻ 6 ഉണ്ട്. വെർഷൻ 4 ഒരു IP പാക്കറ്റിന്റെ ഫോർമാറ്റ് ഇതാണ്. ആദ്യം ഒറിജിനൽ IP ഹെഡർ, ദെൻ TCP, ദെൻ ദ ഡാറ്റ. ഈ ഡാറ്റയാണ് ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ IPv6 ആണെങ്കിൽ ഫോർമാറ്റ് എന്താണ്, മൂന്ന് ഫീൽഡ് സെയിം തന്നെയാണ്, ഒറിജിനൽ IP ഹെഡറും TCPയും ഡാറ്റയും സെയിം ആണ്. ഇവിടെ എക്സ്റ്റൻഷൻ ഹെഡേഴ്സ് വരും, എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ IPv6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ബിഫോർ അപ്ലൈയിങ് AH പ്രോട്ടോകോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള പാക്കറ്റിന്റെ അവസ്ഥ എങ്ങനെയാണ്? IPv4 പാക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും, IPv6 പാക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. നെക്സ്റ്റ് AH പ്രോട്ടോകോൾ ഹെഡർ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് ഒരു IPv4 പാക്കറ്റിനും IPv6 പാക്കറ്റിനും ഒതന്റിക്കേഷൻ ഹെഡർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് മോഡിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡാണ് ഇവിടെ പറയുന്നത് ആദ്യം. AH using IPv4 and the AH is inserted after the original IP header and before the IP payload. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഒറിജിനൽ IP ഹെഡർ ഉണ്ടായിരിക്കും, IPv4 ഇങ്ങനെയാണ്, ഒറിജിനൽ IP ഹെഡർ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ AHനെ ഇൻസേർട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് TCPയും ഡാറ്റയും വരുന്നത്. ദെൻ IPv6 ഒറിജിനൽ IP ഹെഡർ കഴിഞ്ഞ് ഹോപ്പ് ബൈ ഹോപ്പ് ഡെസ്റ്റിനേഷൻ റൂട്ടിംഗ് ഫ്രാഗ്മെന്റ്, അത് കഴിഞ്ഞിട്ടാണ് AH കൊടുക്കുന്നത്, ദെൻ ഡെസ്റ്റിനേഷൻ TCP ഡാറ്റ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് മോഡിൽ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ AH പ്രോട്ടോകോൾ എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പാക്കറ്റ് ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. ഹെഡർ അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്, ഇവിടെ
ഹോപ്പ് ബൈ ഹോപ്പ് ഡെസ്റ്റിനേഷൻ റൂട്ടിംഗ് ഫ്രാഗ്മെന്റ് ഇത് കഴിഞ്ഞിട്ടാണ് AH ഹെഡർ അപ്ലൈ ചെയ്യുന്നത്. ഒതന്റിക്കേറ്റഡ് എക്സെപ്റ്റ് ഫോർ മ്യൂട്ടബിൾ ഫീൽഡ്സ്. മ്യൂട്ടബിൾ ഫീൽഡ്സ് ഒഴിച്ച് എല്ലാം ഇത് ഒതന്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ചില ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യും. മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യുന്ന ഫീൽഡ് ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യുന്നു? ഒതന്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് AH പ്രോട്ടോകോളിന്റെ സെക്കൻഡ് മോഡാണ് ടണൽ മോഡ്. ടണൽ മോഡ് AH. ഇപ്പൊ ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ AHന്റെ ഹെഡർ ഇൻസെർട്ട് ചെയ്യുന്നു. ദെൻ ടണൽ മോഡ് എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ ഒറിജിനൽ IP പാക്കറ്റ് ഈസ് ഒതന്റിക്കേറ്റഡ്. എൻറ്റയർ ഒറിജിനൽ IP പാക്കറ്റ് എന്ന് പറയുമ്പോൾ IP വേർഷൻ 4 ആണെങ്കിൽ IP ഹെഡർ TCP ഡാറ്റ ഇതാണ് ഒറിജിനൽ IP പാക്കറ്റിന്റെ ഫോർമാറ്റ്. പിന്നെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ഒതന്റിക്കേഷൻ ഹെഡറിന് ഇവിടെ വയ്ക്കുന്നു. ദെൻ ന്യൂ IP ഹെഡറും കൂടി ഇവിടെ കൊടുക്കുന്നു. ഇതിനൊപ്പം ന്യൂ IP ഹെഡർ കൊടുക്കുന്നു. ഒറിജിനൽ IP ഹെഡർ എന്ന് പറയുന്നത് TCP ഡാറ്റ ഇത്രയും കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ഒറിജിനൽ IP ഹെഡറിലാണ് ഒറിജിനൽ ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സ്, റിസീവറിന്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കുന്നത്. ന്യൂ IP ഹെഡർ എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരിക്കും? ഔട്ടർ IP ഹെഡർ മേ കണ്ടെയ്ൻ ഡിഫറെന്റ് IP അഡ്രസ്. ഇതിൽ സെക്യൂരിറ്റി ഗേറ്റ്വേയുടെ അഡ്രസ് ആയിരിക്കും ഉണ്ടാകുക. ഒറിജിനൽ റിസീവറിന്റെ അഡ്രസ് ഇതിൽ ഹൈഡ് ചെയ്യും. ടണൽ മോഡൽ അതാണ് പ്രത്യേകത. റിസീവർ അഡ്രസ് കാണാനായിട്ട് പറ്റില്ല. ദെൻ IPv6-ലാണെങ്കിലും ഒരു പുതിയൊരു IP ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡേഴ്സ്, TCP ഡാറ്റ. അപ്പൊ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒതന്റിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒതന്റിക്കേഷൻ ഹെഡർ കൊടുക്കും. ദെൻ ന്യൂ എക്സ്റ്റൻഷൻ ഹെഡേഴ്സും ന്യൂ IP ഹെഡറും അഡീഷണൽ ആയിട്ട് ഈ പാക്കറ്റിന് കൊടുക്കും. ഇതാണ് ടണൽ മോഡ്. അപ്പൊ ടണൽ മോഡ് മീൻസ് എൻറ്റയർ ടണൽ മോഡ് ഒതന്റിക്കേഷൻ പ്രോട്ടോകോളിലാണെങ്കിൽ എൻറ്റയർ IP പാക്കറ്റ് ഈസ് ഒതന്റിക്കേറ്റഡ്. ദെൻ ഹിയർ ഓൾസോ ദെൻ ന്യൂ ഹെഡേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൾസോ. IPv6-ലാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ടണൽ മോഡിൽ എൻറ്റയർ പാക്കറ്റിനെ ഒതന്റിക്കേറ്റ്. IP സെക്യൂരിറ്റിയിലെ സെക്കൻഡ് പ്രോട്ടോകോൾ ആണ് എൻകാപ്സുലേറ്റിംഗ് പേലോഡ് പ്രോട്ടോകോൾ ESP. ഫസ്റ്റ് വൺ എന്തായിരുന്നു? AH പ്രോട്ടോകോൾ ആയിരുന്നു. ദാറ്റ് ഓൺലി പ്രൊവൈഡ്സ് ഒതന്റിക്കേഷൻ. ESP പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ, അതായത് ഡാറ്റയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷണലി ഇതിന് ഒതന്റിക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ പ്രോട്ടോകോളിൽ ഉണ്ട്. ബട്ട് മെയിൻലി ഇറ്റ്സ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ. Can optionally provide the authentication services as AH. Supports range of ciphers, modes, padding. ഇതിൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്യാവുന്ന അൽഗോരിതംസ് ഏതൊക്കെയാണ്? DES യൂസ് ചെയ്യാം, ട്രിപ്പിൾ DES, RC5, IDEA, CAST. ഈ അൽഗോരിതംസ് ഒക്കെ ഇതിന്റെ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യാം. പാഡിംഗ് നീഡഡ് ടു ഫിൽ ബ്ലോക്ക് സൈസ്. ഒരു അൽഗോരിതത്തിന് ബ്ലോക്ക് സൈസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് സൈസ് പറയണമെങ്കിൽ ആ ബ്ലോക്ക് സൈസ് റീച്ച് ചെയ്യണമെങ്കിൽ പാഡിംഗ് ബിറ്റ്സ് യൂസ് ചെയ്യാം. ESP പാക്കറ്റിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0 to 31. അഗൈൻ 0 to 31 സൈസ്. സോ ഫസ്റ്റ് ഫീൽഡ് AH പ്രോട്ടോകോൾ വരുന്ന സെയിം ഫീൽഡ് ആണ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. അതായത് ആ സെക്യൂരിറ്റി അസോസിയേഷൻ ഏതാണോ അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. ദെൻ സീക്വൻസ് നമ്പർ, പാക്കറ്റിന്റെ സീക്വൻസ് നമ്പർ. ദെൻ പേലോഡ് ഡാറ്റ. ഇതാണ് ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇതാണ് പേലോഡ് ഡാറ്റ എന്ന് പറയുന്നത്, ആക്ച്വൽ ഡാറ്റ. ദെൻ ഈ എൻക്രിപ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ചിലപ്പോൾ ബ്ലോക്ക് സൈസ് മീറ്റ് ചെയ്യാനായിട്ട് പാഡിംഗ് ചെയ്യേണ്ടി വരും. അപ്പൊ പാഡിംഗ് ബിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ എത്ര ബിറ്റ്സ് പാഡിങ്ങിന് യൂസ് ചെയ്യുന്നു ആ ലെങ്ത് ആണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡർ. അപ്പൊ ഇത്രയ്ക്കും ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ ഇത്രയ്ക്കും ഫീൽഡ്സ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇതിന് ESP എന്ന് പറയുന്നത്. എൻക്രിപ്റ്റഡ് ആയിരിക്കും. പേലോഡ് ഡാറ്റ, പാഡിംഗ്, പാഡ് ലെങ്ത്, നെക്സ്റ്റ് ഹെഡർ ഇത്രയ്ക്ക് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഈ ഒതന്റിക്കേഷനും കൂടി വേണമെങ്കിൽ ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഓപ്ഷണൽ ആണ്. ഒതന്റിക്കേഷൻ ഡാറ്റയും കൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഒതന്റിക്കേഷൻ അപ്പോൾ ഇത്രയും ലെങ്തിനാണ്, ഇത്രയും ഫീൽഡ്സിനാണ് ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടം തുടങ്ങി ഇവിടം വരെയാണ് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ESP പാക്കറ്റിന്റെ ഫോർമാറ്റ് ഇതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, എക്സ്പ്ലെയിൻ ദ ESP പാക്കറ്റ് ഫോർമാറ്റ്. ആ ഫിഗറിലുള്ള ഓരോ ഫീൽഡിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് 32 bits ഐഡന്റിഫൈസ് എ സെക്യൂരിറ്റി അസോസിയേഷൻ. സീക്വൻസ് നമ്പർ എ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് കൗണ്ടർ വാല്യൂ. ദിസ് പ്രൊവൈഡ്സ് ആൻ ആന്റി റീപ്ലേ ഫംഗ്ഷൻ. സീക്വൻസ് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. പേലോഡ് ഡാറ്റ. ദിസ് ഇസ് എ ട്രാൻസ്പോർട്ട് ലെവൽ സെഗ്മെന്റ് ഓർ IP പാക്കറ്റ് that is protected by encryption. Padding for various reasons, mostly block size reach ചെയ്യാൻ വേണ്ടിയിട്ട്. Pad length, the number of pad bytes immediately preceding this field. Next header identifies the type of data in the payload data field. Integrity check value, ICV, a variable length field that contains the integrity check value computed over the ESP packet. Encryption and authentication algorithms and padding. Mainly ESP-ൽ encryption ആണ്. Encrypted ആയിട്ട് പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ESP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. It can provide authentication also. ESP can encrypt payload data, padding, pad length and next header fields.
if needed have initialization vector വേണമെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റും encryption modes യൂസ് ചെയ്യണമെങ്കിൽ ESP can have optional ICV integrity check value കൊടുക്കാം is computed after encryption is performed. ESP uses padding എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് to expand plain text to required length, to align pad length and next header fields, to provide partial traffic flow confidentiality. So ESP before applying ESP IP packets same ആണ് IP packet ന്റെ same format തന്നെയാണ് original IP header TCP and data for IPv4 version 4 then for version 6 original IP header extension headers TCP and data. So next we can see the transport mode and tunnel mode for ESP. Again ESP യുടെ transport mode ഉം tunnel mode ഉം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് AH പ്രോട്ടോക്കോളിന്റെ ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും പഠിച്ചു ടണൽ മോഡ് എന്ന് പറയുമ്പോൾ എൻറ്റയർ പാക്കറ്റിനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുക ഇവിടെ നേരത്തെ എൻറ്റയർ പാക്കറ്റിനെ ഒതന്റിക്കേറ്റ് ചെയ്യാണ് AHൽ ചെയ്യുന്നത് ESPയിൽ എൻക്രിപ്ഷൻ ആയതുകൊണ്ട് എൻറ്റയർ പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യണം ടണൽ മോഡിൽ ട്രാൻസ്പോർട്ട് മോഡിൽ ദിസ് ഹെഡർ ഈസ് ESP ഹെഡർ ഒറിജിനൽ IP ഹെഡർ കഴിഞ്ഞിട്ടാണ് ESP ഹെഡർ കൊടുക്കുന്നത് ട്രാൻസ്പോർട്ട് മോഡ് ESP is used to encrypt and optionally authenticate ESP എന്ന് പറയുമ്പോൾ അതിന് ഒതന്റിക്കേറ്റ് ചെയ്യാനും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട് optionally authenticate the data carried by IP using IPv4 format ആണെങ്കിൽ the ESP header is inserted into the IP packet immediately prior to the transport layer header. So ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ESP header. ESPക്ക് പിന്നെ ട്രെയിലേഴ്സ് ഉണ്ട് ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാക്കറ്റ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുക ESP ട്രെയിലർ ESP authentication. ഇത്രയും പാർട്ട് ഇതിന്റെ എൻക്രിപ്റ്റഡ് ആണ് authentication ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും പാർട്ട് authenticated ആയിരിക്കും. Okay, in IPv6 ESP is viewed as an end-to-end payload, that is, it is not examined or processed by intermediate routers. Therefore, the ESP header appears after the IPv6 base header. So, the original IP header കഴിഞ്ഞിട്ട് hop by hop destination routing fragment ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെയാണ് ESP header കൊടുത്തിരിക്കുന്നത്. trailers last കൊടുത്തിരിക്കുന്നത്. ഇത്രയും പാർട്ട് encrypted ആയിരിക്കും ഇത്രയും authenticated ആയിരിക്കും. The next ESP തന്നെ tunnel mode. Tunnel mode എന്ന് പറയുമ്പോൾ tunnel mode ESP is used to encrypt an entire IP packet. IP packet original IP header TCP data ഈ entire IP packetനെ encrypt ചെയ്യുന്നുണ്ട് including ESP trailer and including the ESP plus the ESP trailer is encrypted. കഴിഞ്ഞ് new IP header ഇതിൽ വെക്കണം. ഇതുപോലെ IPv6 ആണെങ്കിലും ESP header എവിടെയാണ് കൊടുക്കുന്നത് entire IP packetനെ encrypt ചെയ്തിട്ട് ESP header ഇവിടെ കൊടുക്കുന്നു ന്യൂ ഹെഡറും ന്യൂ എക്സ്റ്റൻഷൻ ഹെഡേഴ്സും ഇവിടെ ആഡ് ചെയ്യുന്നു അപ്പോൾ എൻ്റയർ IP പാക്കറ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് അനാലിസിസ് നടത്താനായിട്ട് പറ്റില്ല അതായത് ഒറിജിനൽ IP ഹെഡറും എൻക്രിപ്റ്റഡ് ആണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്താണെന്ന് ഒരു ഇത് സെൻഡ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് തേർഡ് പാർട്ടികൾക്ക് ഇത് വ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല ട്രാഫിക് അനാലിസിസ് നടത്താനായിട്ട് പറ്റില്ല അതാണ് ടണൽ മോഡിന്റെ അഡ്വാൻറ്റേജ് ഈ രണ്ട് പ്രോട്ടോകോൾസ് നമ്മൾ പഠിച്ചു നെക്സ്റ്റ് കമ്പൈനിങ് സെക്യൂരിറ്റി അസോസിയേഷൻ ഇപ്പോൾ വൺ സെക്യൂരിറ്റി അസോസിയേഷനെ പറ്റിയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പറഞ്ഞത് ഇനി ആൻ ഇൻഡിവിജ്വൽ SA ക്യാൻ ഇംപ്ലിമെന്റ് ഐദർ AH പ്രോട്ടോകോൾ അല്ലെങ്കിൽ ESP പ്രോട്ടോകോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ചില ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്ക് ഈ രണ്ട് പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അസോസിയേഷനുകളെ കമ്പൈൻ ചെയ്യണം ഇപ്പോൾ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ ഉണ്ട് AH പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നു അടുത്തത് ESP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നു then again AH protocol അങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കണം ഈ സെക്യൂരിറ്റി അസോസിയേഷൻ ബണ്ടിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും അതിനെയാണ് കമ്പൈനിങ് സെക്യൂരിറ്റി അസോസിയേഷൻ അപ്പോൾ അതിന് ബോത്ത് AH ആൻഡ് ESP പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും SIസിനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ബണ്ടിൽ എന്ന് പറയുന്നത് കമ്പൈനിങ് ദ സെക്യൂരിറ്റി അസോസിയേഷൻസ് ദ SA in a bundle may terminate at different endpoints or at the same endpoints സെക്യൂരിറ്റി അസോസിയേഷൻസിനെ അതായത് SIസിനെ ഒരു ബണ്ടിലായിട്ട് കമ്പൈൻ ചെയ്യുന്നത് രണ്ട് തരത്തിൽ ചെയ്യാം ഒരു ടൈപ്പാണ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി അതായത് ഒരു IP പാക്കറ്റിന് തന്നെ അപ്ലൈയിങ് AH ആൻഡ് ESP പ്രോട്ടോകോൾ ടു ദ സെയിം IP പാക്കറ്റ് വിതൗട്ട് ടണലിംഗ് ഐട്രേറ്റഡ് ടണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടണലിംഗ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ത്രൂ IP ടണലിംഗ് കമ്പൈനിങ് സെക്യൂരിറ്റി അസോസിയേഷൻസ് approaches to combine encryption and authentication on IP packets. SIsനെ combine ചെയ്യാനുള്ള different options ആണ്. So first option is ESP with authentication. ESP എന്ന് പറയുമ്പോൾ encryption ആണ് അതിൻ്റെ ഒപ്പം optional authentication കൊടുക്കാം. In this approach, the user first applies ESP to the data
to be protected. Encryption ആദ്യം ചെയ്യുന്നു, then appends authentication data field. അതിനുശേഷം authentication data field append ചെയ്യുന്നു. There are actually two subcases. Transport mode ESP ഉണ്ട്, tunnel mode ESP ഉണ്ട്. നമ്മൾ ESP ൽ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെയാണത്. Then transport adjacency. Two bundled transport essays are used. രണ്ട് സെക്യൂരിറ്റി അസോസിയേഷൻസിനെ ബണ്ടിൽ ചെയ്ത് ഉപയോഗിക്കുന്നു. വിത്ത് ഇന്നർ വൺ അതിൽ എന്തായിരിക്കും, ESP ആയിരിക്കും. ഔട്ടർ വൺ എന്ന് പറയുന്നത് AHSA ആയിരിക്കും. അതിനാണ് ട്രാൻസ്പോർട്ട് അഡ്ജസൻസി എന്ന് പറയുന്നത്. ടു ബണ്ടിൽഡ് ട്രാൻസ്പോർട്ട് essays are used. Inner one using ESP. Inner one is ESP security association. ഇപ്പൊ ഇന്നർ വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത് ESP ആയിരിക്കും. ഔട്ടർ വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസോസിയേഷൻ യൂസിങ് AH ആയിരിക്കും. അങ്ങനെ രണ്ട് സെക്യൂരിറ്റി അസോസിയേഷനെ കമ്പൈൻ ചെയ്യുന്നു. ഈ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ടണൽ ബണ്ടിൽ. എ ബണ്ടിൽ കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇന്നർ AH ട്രാൻസ്പോർട്ട് SA. ഇന്നർ SA എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് AH ആൻഡ് ഔട്ടർ SA ഈസ് ടണൽ ESP. ടണൽ ESP ആണ് യൂസ് ചെയ്യുന്നത്. Authentication is applied to the IP payload plus the authentication means AH is applied to the IP payload plus the IP header. The resulting IP packet is then processed in tunnel mode by ESP, that is outer ESP. Combining security association case 1. Security is provided between end systems. End system security. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് അതിന്റെ ഫിഗർ. ഇതൊരു എൻഡ് ഹോസ്റ്റ് ആണ്, ഇതും ഒരു ഹോസ്റ്റ് ആണ്. ബിറ്റ്വീൻ ദീസ് ടു ഹോസ്റ്റ് ഇവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഫിസിക്കൽ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോക്കൽ നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും, LAN ഉണ്ടായിരിക്കും, then ഇവിടെ റൂട്ടേഴ്സ് ഉണ്ടായിരിക്കും ഇൻ ബിറ്റ്വീൻ. ദെൻ രണ്ട് എൻഡ് സിസ്റ്റം തമ്മിലുള്ള സെക്യൂരിറ്റിയാണ് കേസ് 1 ഉദ്ദേശിക്കുന്നത്. Case 2, security is provided only between gateways, routers or firewalls. Two gateways between ആയിട്ടുള്ള സെക്യൂരിറ്റി ആണ് കേസ് 2 വരുന്നത്. ആൻഡ് നോ ഹോസ്റ്റ് ഇംപ്ലിമെന്റ്. ഹോസ്റ്റുകൾ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓൺലി ബിറ്റ്വീൻ ദ ഗേറ്റ്വേസ്. എ സിമ്പിൾ VPN യൂസിങ് ഇതിൽ സിംഗിൾ AH അല്ലെങ്കിൽ ESP ടണൽ സെക്യൂരിറ്റി അസോസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കേസ് 2. ഓരോന്നും എങ്ങനെയാണ് ഡിഫറെന്റ് സെക്യൂരിറ്റി അസോസിയേഷനെ കമ്പൈൻ ചെയ്യാന്നുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ഈ കേസ് 3 എന്ന് പറയുമ്പോൾ ബിൽഡ്സ് ഓൺ കേസ് 2 ബൈ ആഡിങ് എൻഡ് ടു എൻഡ് സെക്യൂരിറ്റി. കേസ് 2 നമുക്ക് മനസ്സിലായി എന്താണ്, ബിറ്റ്വീൻ ടു ഗേറ്റ്വേസ്. അതിൻ്റെ ഒപ്പം എൻഡ് സിസ്റ്റംസും കൂടിയുള്ള സെക്യൂരിറ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഫ്രം ദിസ് എൻഡ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദിസ് ഗേറ്റ്വേസ് ടു ദിസ് എൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കേസ് 3 ആയിരിക്കും അത്. ദ സെയിം കോമ്പിനേഷൻസ് ഡിസ്കസ്ഡ് ഫോർ കേസ് 1 ആൻഡ് കേസ് 2 ആർ അലൗഡ് ഹിയർ. സോ ബിറ്റ്വീൻ ടു എൻഡ് സിസ്റ്റംസ് ആണ് ഇൻക്ലൂഡിംഗ് ദ ടു ഗേറ്റ്വേസ്, സെക്യൂരിറ്റി ബിറ്റ്വീൻ ദ ടു ഗേറ്റ്വേസ്. കേസ് 4. കേസ് 4 കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. SISനെ കമ്പൈൻ ചെയ്യുന്നത് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ എ റിമോട്ട് ഹോസ്റ്റ് that uses the intranet to reach an organization's firewall and then to gain access to some server behind the firewall. ഇപ്പോൾ ഇവിടെ ഇതാണ് റിമോട്ട് ഹോസ്റ്റ്. ഇപ്പോൾ ഈ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ സിമ്പിളിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിമോട്ട് ഹോസ്റ്റ് ഉണ്ട്. ഈ ഹോസ്റ്റിന് എങ്ങനെയാണ് ഈ ഓർഗനൈസേഷനിലെ ഓർഗനൈസേഷനിലെ ഒരു സെർവറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Provide support for a remote host that uses the internet to reach an organization's firewall and then to gain access to some server or workstation behind the firewall. അപ്പോൾ ആദ്യം ഓർഗനൈസേഷന്റെ ഫയർവാൾ വരെ റീച്ച് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ ഫയർവാൾ സെക്യൂരിറ്റി ഗേറ്റ്വേ ആൻഡ് ദെൻ ടു റീച്ച് ദ സെർവർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതാണ് റിമോട്ട് ഹോസ്റ്റ്. ഓൺലി ടണൽ മോഡ് ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ ദ റിമോട്ട് ഹോസ്റ്റ് ആൻഡ് ദ ഫയർവാൾ. അപ്പോൾ ഇവിടെ ടണൽ മോഡ് യൂസ് ചെയ്താൽ മതി ബിറ്റ്വീൻ റിമോട്ട് ഹോസ്റ്റ് ആൻഡ് ദ ഫയർവാൾ. So next is the IP security key management. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ കീ മാനേജ്മെന്റ് ഇൻ IP security. അപ്പോൾ IP securityയിൽ ഡിഫറെന്റ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒതന്റിക്കേഷൻ അൽഗോരിതംസ് ആണെങ്കിലും എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കീസിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ കീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. The key management portion of IPSec involves the determination and distribution of secret keys. രണ്ട് ടൈപ്പിൽ കീ മാനേജ്മെന്റ് ചെയ്യാം. ഐദർ മാനുവലി കൊടുക്കാം. അപ്പോൾ മാനുവലി സിസ്റ്റം അഡ്മിൻ മാനുവലി കോൺഫിഗേഴ്സ് എവരി സിസ്റ്റം. ഓരോ സിസ്റ്റത്തിലും പോയിട്ട് കോൺഫിഗർ ചെയ്യാം. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഫോർ ഓൺ ഡിമാൻഡ് ക്രിയേഷൻ ഓഫ് ദ കീസ് ഫോർ SI സെക്യൂരിറ്റി അസോസിയേഷൻസ് ഇൻ ലാർജ് സിസ്റ്റംസ്. ഇപ്പോൾ നോർമലി ഓട്ടോമേറ്റഡ് ലാർജ് സിസ്റ്റംസിനാണ് യൂസ് ചെയ്യുക. ഓൺ ഡിമാൻഡ് ക്രിയേഷൻ ആണ് അതിൽ ചെയ്യുന്നത്. ഇതിന് രണ്ട് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഓക്ലേ പ്രോട്ടോകോൾ ആൻഡ് ISA KMP പ്രോട്ടോകോൾ. ഈ രണ്ട് പ്രോട്ടോകോളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ ഓർ ഡിസ്ക്രൈബ് ഓക്ലേ പ്രോട്ടോകോൾ ഓർ ഡിസ്ക്രൈബ് ISA KMP പ്രോട്ടോകോൾ. ഈ രണ്ട് പ്രോട്ടോകോളും ഓട്ടോമേറ്റഡ് കീ മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്.
So automated key management first protocol is Oakley key determination protocol, a key exchange protocol based on the Diffie-Hellman algorithm with added security. The advantages Diffie-Hellman base ചെയ്തിട്ടാണ് ഈ algorithm key management algorithm work ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ advantages എന്ന് പറയുന്നത് secret keys are created only when needed. The exchange requires no pre-existing infrastructure. Weaknesses of Diffie-Hellman എന്തൊക്കെയാണ്? Does not provide information on identities of the parties. സെൻഡറിന്റെ റിസീവറിന്റെ ഐഡന്റിറ്റി ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സബ്ജക്ട് ടു എ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, കമ്പ്യൂട്ടേഷണലി ഇന്റൻസീവ് ക്ലോഗിംഗ് അറ്റാക്ക്. Features of the Oakley protocol. It employs cookies to thwart clogging attacks. It enables the two parties to negotiate a group. This specifies the global parameters of the Diffie-Hellman. It uses nonces, only once using the values and nonces, to ensure against replay attacks. It enables the exchange of Diffie-Hellman public key values. It authenticates the Diffie-Hellman exchange to thwart man in the middle attacks. So, these are Oakley protocol features. Important. What are the features of Oakley protocol? Oakley next protocol is IPSec Key Internet, full form Internet Security Association and Key Management Protocol. Provides framework for key management. Defines procedures and packet formats to establish, negotiate, modify and delete essays. Security Association establish and negotiate and modify and delete this protocol use. Independent of key exchange protocol, encryption algorithm and authentication methods. IPSec Key itself does not dictate a specific key exchange algorithm. Rather, the message exchanges are the chain. Oakley is a specific key exchange algorithm mandated for use with the initial version of IPSec KMP. IKE version 2, Internet Key Exchange version 2, no longer uses Oakley and IPSec KMP terms, but basic functionality is same. So IPSec KMP or IKE version 2 ന്റെ header format. ഇതും question header formats ഒക്കെ questions ആയിട്ട് ചോദിക്കാം. ഇതിന്റെ header format വരുന്നത് 0 to 31 വരെയാണ് length. Initiators security SPI. Initiate ചെയ്യുന്ന ആളുടെ for example സെൻഡറിന്റെ SPI, അതുപോലെ തന്നെ റെസ്പോണ്ടേഴ്സ് റിസീവറിന്റെ SPI, then next payload, major version, minor version, exchange type, flags, message ID, length. ഇതൊക്കെയാണ് ഇതിന്റെ headerൽ included ആയിട്ടുള്ളത്. So header format ൽ പറയുന്ന ഓരോ ഫീൽഡിനെ പറ്റിയുള്ള explanation ആണ്. Initiator SPI 64 bits ആണ്, chosen by the initiator to identify a unique security association. Responder cookie means chosen by responder to identify unique security association. Next payload means type of the first payload in the message. Major or minor version indicate ഏത് major version ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, minor version, minimum version ഏതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. Then exchange type എന്ന് പറയുന്നത് എന്ത് exchange ആണെന്നുള്ള type. Then flags, specific options set for the IKE exchange. Message ID, control retransmission, matching of requests or responses. Length of total message in octets. Next IKE യുടെ payload ന്റെ type ആണ് next പറയുന്നത്. Payload type ന്റെ format ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Next payload, then C എന്ന് പറയുന്നത് critical bit, then reserved, then payload length. All IPSec KMP payloads begin with the same generic payload. The next payload field എന്താണ് indicate ചെയ്യുന്നത്? Has a value 0 if it is the last payload. Otherwise, its value is the type of the next payload. Then the payload length field indicates the length in octets of this payload. Then critical bit is 0. Critical bit എന്ന് പറയുന്നത് C എന്ന് പറയുന്ന bit ആണ്. The 0 value എപ്പോഴാണ് അതിന് വരുന്നത്? 0 if the sender wants the recipient to skip this payload if it does not understand the payload type code in the next payload field. ഈ payloadനെ skip ചെയ്യണം എന്നാണ് സെൻഡർ ഉദ്ദേശിക്കുന്നെങ്കിൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയിട്ട് കൊടുക്കും. It is set to 1 if the sender wants the recipient to reject this entire message if it does not understand the payload. അപ്പോൾ 1 ക്രിട്ടിക്കൽ ബിറ്റിന്റെ വാല്യൂ C equal to 1 ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് റിജക്ട് ചെയ്യണം, entire മെസ്സേജിന് റിജക്ട് ചെയ്യണം. 0 ആണെങ്കിൽ സ്കിപ്പ് ചെയ്യണം. The next is IKE payload types and have a number of IPSec KMP payload types: security association, key exchange, identification, certificate request, authentication, nonce, notify, delete, vendor ID, traffic selector, encrypted configuration, extensible authentication protocol. That are different payload and different types. IKE version 2 exchanges എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. Exchanges means exchange of messages. The IKE v2 version 2 protocol involves the exchange of messages in pairs. The first two pair of exchanges are referred to as the initial exchange. Initial exchanges ആണ് first two exchanges പറയുന്നത്. In the first exchange,
ആദ്യത്തെ എക്സ്ചേഞ്ചിൽ ഇവർ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ്, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് ആൻഡ് അതർ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ്, അങ്ങനത്തെയൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്? ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്ചേഞ്ച് ഈസ് ടു സെറ്റ് അപ്പ് എ സ്പെഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ കോൾഡ് IKESA. ഫസ്റ്റ് എക്സ്ചേഞ്ച് എന്തൊക്കെ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം. സെൻഡറും റിസീവറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷൻ സെറ്റപ്പ് ചെയ്യാൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും? ദ ടു പാർട്ടീസ് ഒതന്റിക്കേറ്റ് വൺ അനദർ. രണ്ട് പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതന്റിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സെറ്റ് അപ്പ് ദ ഫസ്റ്റ് IP സെക്യൂരിറ്റി SA ടു ബി പ്ലേസ്ഡ് ഇൻ ദ സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് ഈ SA ആഡ് ചെയ്യുന്നു. ആൻഡ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ടിങ് ഓർഡിനറി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പെയേഴ്സ്. ദെൻ ഇനി ഫർദർ സെക്യൂരിറ്റി അസോസിയേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ വരുന്ന കമാൻഡാണ് ക്രിയേറ്റ് ചൈൽഡ് SA എക്സ്ചേഞ്ച്. The informational exchange is used to exchange management information. Informational exchange എന്ന് പറഞ്ഞ മെസ്സേജ് യൂസ് ചെയ്യുന്നതിനാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ, അതുപോലെ എറർ മെസ്സേജ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് യൂസ്. IKE വെർഷൻ 2ന്റെ മെസ്സേജ് എക്സ്ചേഞ്ചിനെ ഒരു പിക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഇനീഷ്യൽ എക്സ്ചേഞ്ചസ്. ദെൻ ക്രിയേറ്റ് ചൈൽഡ്. ഫർദർ വൺ മോർ എക്സൈസിനെ സെക്യൂരിറ്റി അസോസിയേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചൈൽഡ് SA എക്സ്ചേഞ്ച് കൊടുക്കുന്നു B. ദെൻ ഇൻഫർമേഷണൽ എക്സ്ചേഞ്ച്, എറർ മെസ്സേജസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ ഇൻഫർമേഷണൽ എക്സ്ചേഞ്ച് യൂസ് ചെയ്യും. താങ്ക് യു.